നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അടുത്ത മാസം മുതൽ, അതായത് 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ നമ്മളെ എല്ലാവരെയും, ഓരോ വീടുകളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളുണ്ട്. അത് ചുരുക്കി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തേത്, രാജ്യവ്യാപക സെൻസസിന് 2026 ജൂലൈ മാസം 1-ാം തീയതി തുടക്കമാകും. ആദ്യഘട്ടത്തിൽ വീടുകളുടെ സെൻസസ് ആയിരിക്കും നടത്തപ്പെടുക. അതിനുശേഷമായിരിക്കും ജനസംഖ്യാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് 2027 ഫെബ്രുവരി മാസത്തേക്കാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരശേഖരണം, അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരോട് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ പ്രദേശത്ത് നിലവിൽ വരുത്തേണ്ട ഹോസ്പിറ്റലുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റ് വികസന പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സെൻസസ് എന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, VBG റാംജി എന്ന് പറയുന്ന പുതിയ തൊഴിൽ അധിഷ്ഠിത പദ്ധതിക്ക് 2026 ജൂലൈ മാസം 1-ാം തീയതി തുടക്കമാകും. നമ്മളുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളും അതോടൊപ്പം തന്നെ ചേരാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ ഉയർന്ന വേതനം, അതോടൊപ്പം തന്നെ 125 ദിവസത്തോളം തൊഴിൽ ദിനങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തുന്നു. പ്രത്യേക റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പഴയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇപ്പോൾ പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതി ജൂലൈ മാസം 1-ാം തീയതി മുതൽ നിലവിൽ വരികയും ചെയ്യുന്നതായിരിക്കും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക്, സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മളുടെ തൊഴിലിൻ്റെ ആനുപാതികമായിട്ടുള്ള ശമ്പളം ക്രെഡിറ്റ് ആവുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വിതരണത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് EKYC ചെയ്യുന്നതിന് വേണ്ടി ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് എടുത്തിട്ടുള്ളത് അവരെല്ലാം തന്നെ ഇലക്ട്രോണിക് KYC മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി മുൻപ് തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഒരു പക്ഷേ ഇനി മുതൽ റീഫിൽ സിലിണ്ടറുകൾ ലഭിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങളും അങ്ങനെയുള്ളവർക്ക് നിർത്തലാക്കുന്നതാണ്. ഇനി നമ്മുടെ പ്രദേശത്തേക്ക് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഗാർഹിക ഗ്യാസ് കണക്ഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. ജൂൺ മാസം 30 വരെയായിരുന്നു അതിനുള്ള സമയമുണ്ടായിരുന്നത്. ഇനി ഇത് ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടറിൻ്റെ വിതരണം നടക്കുന്നതല്ല. നമ്മൾ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് ആപ്ലിക്കേഷൻ വെച്ച് കണക്ഷൻ എടുക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കളാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വീതം ഉള്ള ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. ചിലരുടെ EKYC വീണ്ടും ഒന്നുകൂടി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ EKYCയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഒന്നുകൂടി ഇത് പുതുക്കിയെടുക്കുന്ന സംവിധാനം പലരും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇത് നിർബന്ധമല്ല. മുൻപ് ചെയ്തിട്ടുള്ളത് EKYC ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകൾക്കും ജൂലൈ മാസം 1-ാം തീയതി മുതൽ തുടക്കം കുറിക്കും. വിവിധ സ്കോളർഷിപ്പിൻ്റെ അറിയിപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപന മുഖാന്തരം തന്നെ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന സർക്കാർ APL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും ഗോതമ്പിൻ്റെ വിതരണം പുനരാരംഭിക്കുകയാണ്. ജൂലൈ മാസം മുതലാണ് റേഷൻ കാർഡുകൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ജൂൺ മാസം 30-ാം തീയതിയോടെ പൂർത്തിയാകും. ഇനി അത് കൊടുക്കാത്തവർക്ക് ജൂലൈ മാസം മുതൽ പെൻഷൻ വിതരണം അവർക്ക് തടയുന്നതായിരിക്കും. താൽക്കാലികമായിട്ട് അവരുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്ന നിലയിലായിരിക്കും. പിന്നീട് എന്നാണോ രേഖ കൊടുക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ വാലിഡേറ്റ് ചെയ്ത ശേഷം മാത്രമേ പിന്നീട് പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ ജൂലൈ മാസം 1-ാം തീയതി മുതൽ 100 ദിന കർമ്മ പദ്ധതികൾ ആരംഭിക്കുകയാണ്. വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണവും അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളുടെ തുടക്കം കുറിക്കലുമെല്ലാമാണ് ഈ 100 ദിന കർമ്മ പദ്ധതിയിൽ ചേർത്തിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴി പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന പദ്ധതി ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.